സൂചി പോലും ഭയമുള്ള ദിയ കൃഷ്ണ ഒരാഴ്ച മുമ്പാണ് ഒരു ആൺകുഞ്ഞിനെ നോർമൽ ഡെലിവറിയോടെ ജന്മം നൽകിയത്. എല്ലാ ഭയവും മാറ്റിവെച്ച് പ്രസവം എന്ന കടമ്പ കടന്ന ദിയയെ പ്രശംസിച്ച് എത്തിയവരുടെ കൂട്ടത്തിൽ പേളിമണിയും ഉണ്ടായിരുന്നു. ദിയയുടെ പ്രസവ വീഡിയോ കണ്ട് കരഞ്ഞുപോയെന്നും പ്രസവം പോലെ ഏറ്റവും സ്വകാര്യമായ ജീവിത മുഹൂർത്തങ്ങൾ ലോകത്തിനു മുമ്പിൽ തുറന്നു കാണിക്കാൻ അസാമാന്യ ധൈര്യമാണ് ദിയ കാണിച്ചതെന്നും പേളി പ്രശംസിച്ചു കുറിച്ചത്. ദിയയുടെ ഡെലിവറി വീഡിയോ ട്രെൻഡിംഗ് ഇടം പിടിച്ചപ്പോൾ യൂട്യൂബറും ഇൻഫ്ലുവൻസറുമായ പേളി അഭിനന്ദിച്ചിരുന്നു. ഒരു ഈഗോയുമില്ലാതെ മനസ്സ് തുറന്ന് പ്രശംസിച്ച പേളിയെ വിളിച്ച് കൃഷ്ണകുമാർ സംസാരിച്ചിരുന്നു. ദിയയെക്കുറിച്ച് പേളി എഴുതിയത് വായിച്ചപ്പോൾ പേളിയെ ഓർത്ത് തനിക്ക് അഭിമാനവും സന്തോഷവും തോന്നിയെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. മാണിയോട് എനിക്കുള്ള ഇഷ്ടത്തെക്കുറിച്ച് പേളിക്ക് നല്ലപോലെ അറിയാം. ഇപ്പോൾ അതിനേക്കാൾ ഒരുപടി ഇഷ്ടക്കൂടുതൽ എനിക്കും വീട്ടിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും പേളിയോടാണ്. എല്ലാവർക്കും ഇല്ലാത്ത പല ക്വാളിറ്റിയും പേളിയിലുണ്ട്. ഓസിയും പേളിയും റിലേറ്റ് ചെയ്യാൻ പറ്റും. പേളിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് നല്ലത് വരുമ്പോൾ പച്ചയ്ക്ക് ഇതിനെ പ്രശംസിച്ച് എഴുതുന്നതാണെന്നും ഇതൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയല്ല. കാരണം കോൺഫിഡൻസിൻ്റെ ഇഷ്യൂ വരും. അതെല്ലാം ബ്രേക്ക് ചെയ്ത് ദിയയെക്കുറിച്ച് പേളി എഴുതിയത് വായിച്ചപ്പോൾ പേളിയെ ഓർത്ത് എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നി. അതൊന്ന് പറയാനാണ് വിളിച്ചതെന്ന് പേളിയോട് ഫോൺ കോളിൽ കൃഷ്ണകുമാർ പറഞ്ഞത്. പേളിയുടെ കുടുംബവുമായി സൗഹൃദം തുടരാനുള്ള കാരണം സിന്ധു കൃഷ്ണയും പുതിയ തൻ്റെ ബ്ലോഗിലൂടെ പറഞ്ഞു. പേളിയുടെ കുടുംബവുമായി വളരെ വർഷങ്ങളുള്ള പരിചയം ബിന്ദുവാണ്. കിച്ചു ഏഷ്യാനെറ്റിൽ പ്രോഗ്രാം ചെയ്തപ്പോൾ കാലത്ത് പേളിയുടെ പപ്പ മാണിക്കും സഹോദരൻ ഡേവിക്കും മെലഡിക്കും എന്നൊരു ഷോപ്പ് പാളയത്തുണ്ടായിരുന്നു. അന്ന് വളരെ ഫേമസ് ഷോപ്പായിരുന്നു. കോളേജ് പിള്ളേർക്ക് പ്രിയപ്പെട്ട കടയായിരുന്നു. കിച്ചുവിന് അക്കാലത്ത് കോസ്റ്റ്യൂം ചെയ്തിരുന്ന മാണിയാണ്. അങ്ങനെയാണ് അവരെ പരിചയപ്പെടുന്നത്. അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. അന്ന് അവർ താമസിച്ചിരുന്നത് തിരുവനന്തപുരത്തായിരുന്നു. പേളിയുടെ കുടുംബം ഒരു പോസിറ്റിവിറ്റിയാണ്. മാണിയും ദേവിയും വിവാഹം ചെയ്ത് 2 സഹോദരിമാരാണ്. അവരുടെ വീട്ടിലെ പാലുകാച്ചലിനാണ് പേളിയുടെ കുടുംബം ആലുവയ്ക്ക് താമസം മാറുന്നത്. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് പേളി വീട്ടിൽ വന്നിരുന്നു. ഹാൻസുവിനെ കാണാൻ വന്നതായിരുന്നു. പ്രോഗ്രാമിനായി തിരുവനന്തപുരത്ത് വരുമ്പോൾ പേളി വീട്ടിൽ വരുമായിരുന്നു. പേളി കാർ ഓടിക്കുന്നത് കണ്ട് ഞാനും സർപ്രൈസ് ആയിട്ടുണ്ട്. നല്ല ഡ്രൈവിംഗ് ആണ്. പേളിയെ കണ്ട് എല്ലാവരും സേറ എന്നാണ് വിളിച്ചിരുന്നത്. പേളി എന്നത് മാണിയുടെ സഹോദരിയുടെ പേരാണ്. പേളി സ്ക്രീനിൽ വന്നത് തുടങ്ങിയ ശേഷമാണ് ആ പേര് ഞങ്ങൾക്ക് പരിചിതമായത്. അവർ വീട്ടിൽ വന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ കഴിക്കാൻ വിളിക്കുമായിരുന്നു. എത്ര പ്രാവശ്യം അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല. പേളിയുടെ മകൾ നീലുവിനെ കാണണമെന്ന ആഗ്രഹം ഹൻസുവിനുണ്ടായിരുന്നു. നീലു വലുതാകും മുമ്പ് കൊണ്ടുപോകണമെന്ന് ഇടയ്ക്ക് ഹൻസ് ചോദിക്കുകയും സിന്ധു പറയുന്നു. പേളിയും തൻ്റെ 2 പ്രസവത്തിൻ്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു.